ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും ചൂണ്ടാൻ വേണ്ടി വന്നേക്കാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറൊരു സ്പോട്ടിലാണ് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ കിട്ടണമെന്നൊന്നും ഇല്ല, പക്ഷെ നമ്മൾ പരിശ്രമിക്കും, ഇന്നും പരിശ്രമിക്കും. നമ്മൾ 2 ദിവസം ചൂണ്ടാൻ പോയത് നല്ലപോലെ പാളിപ്പോയി, പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾക്ക് നല്ലപോലെ ധൈര്യം തരാൻ നമ്മൾക്ക് കമൻസിൽ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾക്കതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇനിയും ശ്രമിക്കാം. അപ്പം ഞാൻ കായലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഫ്രോഗും എടുത്തിട്ടുണ്ട്, മൈദമാവ് കുഴച്ചിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ കായലിൽ ഇതൊക്കെ ഇട്ടാൽ കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഗൈസ്, നമ്മളൊരു 3 മണിക്ക് വന്നാണ് കേട്ടോ ചൂണ്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് നമ്മൾക്ക് മീൻ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടില്ലെങ്കിൽ 2-3 സ്പോട്ടിലേക്ക് മാറി മാറി ചൂണ്ടാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് കായലാണ് കേട്ടോ, വലിയൊരു കായലാണ്. അപ്പോൾ നമ്മൾക്ക് അറിയില്ല കായലിൽ എന്ത് മീനാണ് ഉള്ളതെന്നോ എനിക്കറിയില്ല, എന്തിട്ടാലാണ് മീൻ കിട്ടുകയെന്നും എനിക്കറിയില്ല. സോ ഇതൊക്കെ പരിശ്രമമല്ലേ, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ മൈദ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഇവിടെ കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ഇതിപ്പോൾ ഒഴുക്ക വെള്ളമല്ലേ, അതുകൊണ്ട് മീനുകളൊക്കെ ഏത് സ്ഥലത്താണ് നിൽക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഗൈസ്, ഇവിടെ ഇല്ലേ കോലാൻ മീൻ കാണുന്നുണ്ട് കേട്ടോ. അത് വെറുതെ എൻ്റെ ചൂണ്ടൻ്റെ അതിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷെ കോലാൻ മീൻ നമ്മൾക്ക് ചൂണ്ടിയിട്ടാൽ കിട്ടില്ലല്ലോ. വേറെ മീൻ ഒന്നും കണ്ടില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു, മീനുകളൊന്നും കാണാനില്ല ഗൈസ്. ഏത് സൈഡിലാണ് മീൻ ഇവിടെ നിൽക്കുകയെന്നൊന്നും അറിയില്ല. ഗൈസ്, ഞാൻ ചൂണ്ട എങ്ങനെ പിടിക്കണമെന്ന് പഠിച്ചിട്ടോ. അതോ ഇങ്ങനെയല്ലേ, നിങ്ങളല്ലേ പഠിപ്പിച്ചു തന്നത്? ഇങ്ങനെയാണ് ചൂണ്ട പിടിക്കുകയെന്ന് ഞാൻ പഠിച്ചു കേട്ടോ. നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പിന്നെ അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ദൂരേക്കൊന്നും പോകണില്ല കേട്ടോ. ഗൈസ്, നല്ല സ്ഥലമാണ് കേട്ടോ. കണ്ടോ, തോണിയൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ തോണിയിൽ കയറിയിട്ടില്ല ഗൈസ്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കയറണമെന്ന്. പക്ഷേ ഗൈസ്, നിങ്ങൾക്കറിയോ ഈ കായലിൽ എവിടെ മീൻ നിൽക്കുക, അതുപോലെ എന്ത് തീറ്റ ഇട്ടാലാണ് കായലിലെ മീൻ കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഗൈസ്, ഞാനിവിടെ കുറേ നേരം ചൂണ്ടിട്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് മീനൊന്നും കിട്ടണില്ല. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ എന്തായാലും കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പോകാം കേട്ടോ. എപ്പോഴും മീൻ കിട്ടാത്ത വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം പരിശ്രമിക്കും മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് കുറേ സമയം കിട്ടുമല്ലോ. അപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് മീൻ കിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ട് മാറി മാറി പോവാം. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ആളും അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ആൾക്ക് മീൻ കിട്ടിയോന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിവിടെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്, എനിക്കും കിട്ടുന്നില്ല ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ചൂണ്ടിയിടാം കേട്ടോ. ഇവിടെ ഞാൻ ചൂണ്ട പോലെ ഇടാനാണ് നോക്കുന്നത്. കണ്ടോ, ഇത്ര വെള്ളമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ സൈഡും ഈ സൈഡൊക്കെ മീൻ ഉണ്ടാവണം. നമുക്ക് മൈദമാവ് ഇട്ടിട്ട് ചൂണ്ടി നോക്കാം കേട്ടോ. കുഞ്ഞു തോണി ഉണ്ടാക്കിയിട്ടോ. ദേ അവിടെ തോണി കിടക്കുന്നുണ്ട്. ഇത് എൻ്റെ തോണി, ഇതെൻ്റെ സ്വന്തം തോണി. അപ്പോൾ നമ്മൾക്കിതിന് ഒഴുക്കി വിടാം കേട്ടോ. ചുമ്മാ ഞാനിവിടെ വന്നതിനുള്ള ഒരു ആധാരം. പൊക്കോ ഗായ്സ്, എൻ്റെ തോണി ഒഴുകി പോകുന്നു. ഗായ്സ്, എൻ്റെ വഞ്ചി കണ്ടോ, കറക്റ്റായിട്ട് അവിടെ തന്നെ പോയി പാർക്കായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വയ്യ. കണ്ടോ, കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ബൈ ഗായ്സ്. ഇവിടെ കുറേ കരിപ്പിടി ഉണ്ട് കേട്ടോ, വലിയ വലിയ കരിപ്പിടികളാണ്. അപ്പം ഞാൻ മൈദയൊക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചൂണ്ട. നമുക്കിപ്രാവശ്യമെങ്കിലും ഒന്നെങ്കിലും പിടിച്ചിട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ ഇപ്രാവശ്യം മീൻ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. കാരണം എപ്പോഴും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് നിങ്ങൾക്കത് ഭയങ്കര ബോറാവില്ലേ. കണ്ടോ, വലിയ കരിപ്പിടിയുണ്ട്, ചെറിയ കരിപ്പിടിയുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം ഗൈസ്. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചൂണ്ടയാണ്. അതുകൊണ്ട് നമ്മൾ ചൂണ്ടിയിടുമ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ, വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല ഗൈസ്. കണ്ടോ, വലിയ മീൻ കണ്ടോ ഗൈസ്, കണ്ടോ വലിയത് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കട്ടോ. ഓ, 2 വലിയത് ഗൈസ്. കണ്ടോ. ഇത് ഞാൻ മൈദമാവ് കുഴച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് നോക്കാം.
നമുക്കിങ്ങനെ തന്നെ ഇട്ട് നോക്കാം കിട്ടുമെന്ന്. ഞാൻ കാസ്റ്റ് ചെയ്യല്ലോ കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ചൂണ്ട പോലെയാണ് ഇപ്പോൾ ട്രൈ ചെയ്യണത്. അയ്യോ അത്ര ദൂരം എത്തുന്നില്ലല്ലോ, കുഴപ്പമില്ല, ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ നമുക്ക്. ഗായ്സ് കണ്ടോ, ആ നൂലിൻ്റെ അവിടെ വന്നിട്ട് ആ ചെറിയ മീനുകൾ വന്നിട്ട് തിന്നുക. ഇവരെന്താണാവോ ഈ നൂലിൽ കാണിക്കുന്നത്, അതുകൊണ്ട് വലുത് താഴെ കൊത്തുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. എത്രയോ ചെറിയ മീൻ, ഇതൊക്കെ കരിപ്പിടികളുടെ കുട്ടിയായിരിക്കും അല്ലേ. ഇതിപ്പോൾ താഴെ മീൻ കൊത്തുണ്ടോന്നും പോലും അറിയുന്നില്ല ഗൈസ്. അവിടെ 2 അപ്പാപ്പന്മാർ പിടിക്കുന്നുണ്ട്. ഇത് ഒറ്റത്ത് 2 ചേട്ടന്മാരും പിടിക്കുന്നുണ്ട്. നമ്മൾക്കാദ്യം ഇവിടെ ഇട്ട് നോക്കാം. ഇത് താഴെ മീൻ കൊത്തുകയല്ല കേട്ടോ, ഇത് മേലെ ഈ ചെറിയ കുട്ടികൾ വെറുതെ നൂലിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. അയ്യോ പക്ഷെ അത് മീനല്ലായിരുന്നു, ചണ്ടിയിലിട്ട് വലിച്ചതാണ്. ഞാൻ വിചാരിച്ചു വലിയ മീൻ കിട്ടിയെന്ന്. ഗൈസ് ദേ അവിടെ വലിയ റോഡാണ് കേട്ടോ, ഇതിങ്ങനെ നീളത്തിൽ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. ഗൈസ് നമുക്ക് പരൽ കിട്ടിയിട്ടോ. ഞാൻ ഇവിടെ നിന്ന് വലിച്ചിട്ട് ദേ ഈ ചേറിലിട്ടു. ദേ കണ്ടോ, ഇത് മൊത്തം ഞാൻ കലക്കിയതാണ്. ഇവിടെ മീൻ വീണപ്പോൾ ഞാൻ ഇറങ്ങി പിടിച്ചു ഗൈസ്. ഇതേ കണ്ടോ, അതൊക്കെ എൻ്റെ കാൽപ്പാടങ്ങളാണ്. ഞാൻ അങ്ങനെ അവനെ പിടിച്ചു. ഇതിലുണ്ട് കേട്ടോ, പരലാണ്. ഇതേ കണ്ടോ ഗൈസ്, ഞാൻ ഫോക്കസ് ചെയ്യാം. ഗൈസ് കണ്ടോ, അങ്ങനെ നമ്മൾക്ക് 3-ാമത്തെ ദിവസം ഒരു പരൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് സന്തോഷമായോ? എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മീനില്ലേ നമുക്ക് പിടിക്കാം ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഊർജ്ജം വന്നത്. ഇനി ഞാൻ തകർക്കും ഗൈസ്. നമുക്ക് ഒരു മീൻ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ചൂണ്ടിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ആളുണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ കുത്തണമില്ല കേട്ടോ, പക്ഷേ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പതുക്കെ മാറ്റിയിട്ട് നോക്കാം ഗൈസ്. അവിടെയൊക്കെ വലിയ വലിയ മീൻ മേലേക്ക് വന്നിട്ട് പോകുന്നുണ്ട്. ദേ 2 തുമ്പികൾ നോക്കൂ ഗൈസ്. കണ്ടോ, അവിടെ കണ്ടോ, വലിയ മീൻ ഉണ്ട് കേട്ടോ. ദേ അവിടെ, ഇതേ കണ്ടോ അതാ കണ്ടോ മീൻ ഗൈസ്. മീൻ കണ്ടോ മേലെ വന്നിട്ട് പോയി. ഇവിടെ പിന്നെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അതോ കണ്ടോ, ഇത്രയും സ്ഥലമുണ്ട്. ഇവിടുത്തെ കണ്ടൊക്കെ പൂട്ടിട്ടോ. ഇത് ആ തെങ്ങിൻ്റെ ആ ഒരു ഇത് കണ്ടോ, അവിടെയൊക്കെ വലിയ കനാലാണ് കേട്ടോ. അവിടെ ആൾക്കാർ മീൻ പിടിക്കാറുണ്ട്. ഈ കണ്ടത്തിലും കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പൂട്ടി, വെള്ളം കമ്മിയായിപ്പോൾ. ഗൈസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ മീനുകൾ കുറേ മേലെ വന്നിട്ട് കൊത്തുന്നത് കൊണ്ട് വലിയ മീൻ അടിയിലുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഗൈസ് എന്തോ വലിക്കുന്നുണ്ട്. തീറ്റ പോയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് മാറിയിട്ട് ഇവിടെ ഇട്ട് നോക്കാം. കൊത്തുന്നൊന്നും ഇല്ല കേട്ടോ. ഗൈസ് ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ, പക്ഷെ വലിച്ചിട്ട് പോകുന്നില്ല. നമുക്ക് വീണ്ടും സ്ഥലം മാറിയിട്ടിട്ട് നോക്കാം ഗൈസ്. ഇനി കുറച്ച് നേരം ഇവിടെ ഇടാം. കണ്ടോ, വലിയ മീൻ മേലേക്ക് വന്നിട്ട് പോയത് കണ്ടോ ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് മീൻ പിടിച്ചിട്ടില്ലേ, ഇതേ അപ്പുറത്ത് കണ്ടത്ത് മീനിനെ ഡ്രോപ്പ് ചെയ്യും. അതോ മീൻ കിട്ടി, ഇതേ കരിപ്പിടി കിട്ടിട്ടോ. കുഞ്ഞതാണ് ഗൈസ്. ഇന്ന് നമ്മൾ കുറേ പിടിക്കും. വീണ്ടും മീൻ കിട്ടി. ഇതേ പരല്. അയ്യോ പാവം, പരല് കിട്ടി. ഇതെൻ്റെ 2ാമത്തെ പരലാണ് കേട്ടോ ഗൈസ്. നമുക്ക് 2 പരലും 1 കരിപ്പിടിയും കിട്ടിയിട്ടോ. നമുക്ക് വീണ്ടും ഇട്ട് നോക്കാം. ഇവിടെ എന്തായാലും ഇപ്പോൾ മീൻ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി.
നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വന്നത്, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് മീനൊന്നും കിട്ടിയില്ല. കാരണം നമ്മൾ ലൂർ വെച്ചിട്ടായിരുന്നു ട്രൈ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്തത് മൈദമാവ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾക്ക് ഇങ്ങനെ ആദ്യം കുറച്ച് ദിവസം പഠിക്കുക, എന്നിട്ട് നമ്മൾക്ക് ലൂറ് ട്രൈ ചെയ്യാം. ഉണ്ടോ അവിടെയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. വലുത് അവിടെ പൊളിച്ചു ഗൈസ്. എന്നാലും എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പരല് കിട്ടുന്നത്. ഞാൻ ഇതുവരെ പരല് പിടിച്ചിട്ടില്ല. ആദ്യമായിട്ട് പരല് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി എനിക്ക് അതിൻ്റെ പേര് പോലും അറിയില്ല കേട്ടോ. പക്ഷെ അടുത്തൊരു ചേട്ടൻ മീൻ പിടിക്കുമ്പോൾ പറഞ്ഞു അത് പരലാന്ന്. അപ്പോഴാണ് ഗൈസ് പരലാണെന്ന് മനസ്സിലായത്. എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ആദ്യം പരല് പിടിച്ച് പഠിക്കുക പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പഠിച്ചു ഗൈസ്, ഞാൻ പരല് പിടിക്കാൻ പഠിച്ചു ഗൈസ്. എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ. ആ ഗൈസ്, അടിയിൽ കൂടെ ഒരു വലിയ മീൻ പോയി. അതും പരലാണെന്നാണ് തോന്നുന്നത്. ചിലപ്പം നമുക്ക് ഇപ്പം അടിക്കും. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. ഇപ്പം സമയം 6 മണിയായിട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊന്നും ഇല്ല. മീൻ പിടിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. പിന്നെ ദേ അവിടെ റോഡൊക്കെ ഉള്ളത് കൊണ്ട് ഏത് സമയം വണ്ടി പോണ. ഗായ്സ് അവിടെ വലുത് പൊളിച്ചു. ഇതിൽ എന്തൊക്കെ തരം മീനുണ്ടാവും അല്ലേ? എനിക്കാകെ കരിപ്പടി, വിരാല്, പിന്നെ ഇപ്പം പരല് പഠിച്ചു. ഇനിയിപ്പോൾ ഏതൊക്കെ മീനുണ്ടാവും എന്നറിയില്ല. എന്തായാലും കുറേ ചെറിയ മീൻ കാണുന്നുണ്ട്. അയ്യോ ഗൈസ്, ആംബുലൻസ് പോകുന്നു. ഗായ്സ് അവിടെ വലുത് പൊളച്ചു. ഈ പരല് മീനൊക്കെ നല്ലപോലെ വെയിറ്റ് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. താഴ്ന്നു കൊണ്ടുപോവുക നമ്മുടെ കൊക്കിനെയൊക്കെ. അതുകൊണ്ട് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ഗായ്സ്. എന്തായി ബസ് ഗായ്സ്. അങ്ങനെ നമുക്കിന്ന് 2 മീൻ കിട്ടി ഗായ്സ്. എന്തോ പിടിച്ച് വലിച്ചിട്ടുണ്ട്. നമ്മുടെ തീറ്റ തിന്നിട്ട് പോയിട്ടോ. നമുക്കിനിയും മൈദമാവ് എടുത്തിടാം ഗായ്സ്. ദേ കണ്ടോ മീൻ, കണ്ടോ മീൻ, കണ്ടോ അതോ, കണ്ടോ 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 കണ്ടോ. അവനിതിലൊന്നും പിടിക്കില്ല. നമുക്ക് എന്നാലും ഇവിടെ ഇട്ട് നോക്കാം. കണ്ടോ ഗായ്സ്, കൊത്തുന്നു കണ്ടോ. കണ്ടോ 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 കണ്ടോ. തീറ്റിൻ്റെ അതിൽ കൂടെ പോയിട്ട് വന്നത് കണ്ടോ ഗായ്സ്. കണ്ടോ, ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതേ തീറ്റ കാണുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ അവിടെ തന്നെ വലിയ മീൻ അതിൽ കൂടി ഇതിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഞാൻ വലിയ മീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ മീനാണ്, പക്ഷേ അത്രയ്ക്ക് വലിയ മീനല്ല കേട്ടോ. ഇത് ഈ പൊരുത്തന്നെ അടുത്ത് കൂടെ പോകുന്നുണ്ട് ഗായ്സ്. വലിയ മീൻ വന്നിട്ട് പോയിട്ടോ. ഗായ്സ് നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ചെറിയ പരലാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഗായ്സ്. ഇപ്പോൾ ഒരു വലിയ ഒരുത്തൻ വന്നിട്ട് ഇപ്പോൾ തിന്നിട്ട് പോയി. കണ്ട അവൻ ഗായ്സ്, ഇത് നോക്ക് ഗായ്സ്. കണ്ടോ, ഞാൻ അവന്മാരിനെ പറ്റിക്കുകയാണ്. ഇപ്പം തരും പറഞ്ഞിട്ട് തരില്ല, ഞാൻ കൊടുക്കില്ല. കണ്ടോ ഗായ്സ്, കണ്ടോ കണ്ടോ കണ്ടോ. അതാണ് പരലെന്ന് തോന്നുന്നു അല്ലേ? എന്താ ആ ചെറുതുകളൊക്കെ വന്നിട്ട് തിന്നുക കേട്ടോ. കൊത്തി കൊത്തി തിന്നുക. നമുക്ക് കുറച്ച് താടോട്ട് ഇട്ട് കൊടുക്കാം. തീറ്റ കുറച്ച് കൂടുതലാണ് തോന്നുന്നു അല്ലേ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സൂം ചെയ്ത് അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് എടുക്കാത്തത്. പക്ഷെ വലിയ മീന് കുറച്ച് താഴോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ മീൻ നമുക്ക് കിട്ടുമായിരിക്കാം.
ഇന്നെന്തായാലും 3 മീൻ കിട്ടി ഗായ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് 2 ദിവസം മീൻ കിട്ടാതായപ്പോൾ കുറേ എനിക്ക് ഭയങ്കര ഗായ്സ് പരല് പോണ് കണ്ടോ? ഗായ്സ് കൊത്തുന്നുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ, എന്തോ ചെറുതായിട്ട് കൊത്തുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ ഗായ്സ് കൊത്തുന്നത് കണ്ടോ? കുറച്ചുകൂടി അതുപോലെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് ഗായ്സ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയത് മീൻ പിടിക്കാൻ. ഗായ്സ് വലിയ മീനെ മേലെ വന്നിട്ട് പോയത് കണ്ടോ? അയ്യോ എത്രയോ മീൻ ഇവിടെ. എനിക്ക് ഇറങ്ങി പിടിക്കാൻ തോന്നുന്നുണ്ട് ഗായ്സ്. ഞാൻ ഈ മീൻ പിടിക്കണതില്ലേ കറി വയ്ക്കാനല്ല കേട്ടോ. ഞാനങ്ങനെ ഇതുവരെ ഞാൻ പിടിച്ച മീനൊന്നും കറി വെച്ച് തിന്നിട്ടില്ല ഗായ്സ്. അവിടെ വലിയ മീൻ കേട്ടോ, കാലുണ്ട് കേട്ടോ. അവിടെ വലുതിപ്പോൾ മൊത്തം വ്രാലാണ് ഇതാ ഗായ്സ്. ഇതിൽ വ്രാലും ഉണ്ട് കേട്ടോ ഗായ്സ്. നമ്മുടെ ഈര കൊത്തുന്നു കണ്ടോ? നമ്മുടെ തീറ്റിൽ നല്ലപോലെ വന്നിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട് ഗായ്സ്. കോലാമീൻ മേലെ കൂടെ നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കുറേ സ്ഥലമുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ. അപ്പം നമ്മൾക്ക് മാറി മാറി ചൂണ്ടിയിടാം. ബോറടിക്കുന്നതനുസരിച്ച് ഇവിടെ ഇടാം, അവിടെ ഇടാം, അങ്ങനെ കുറേ ഇടാം. എന്തായാലും നമുക്കില്ലേ മീൻ അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ ചൂണ്ടയിൽ ഒരു വെയിറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ ഗായ്സ് അവിടെ വെട്ടിയത്? നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇട്ട് നോക്കാം. എന്തായാലും ഇന്ന് നേരത്തെ വന്നത് മുതലായി. നമുക്ക് 3 മീൻ കിട്ടി. കണ്ടോ മീനൊന്ന് മേലെ വന്നിട്ട് വെള്ളം എടുത്ത് പോയി. തീ കണ്ടോ 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 കണ്ടോ. ഇവിടെ വലി ഇട്ടാലോ നമുക്ക്? പക്ഷെ എനിക്ക് വലി ഇടാൻ അറിയില്ല ഗൈസ്. വേണമെങ്കിൽ തോർത്ത് മുണ്ടും എടുത്തിട്ട് വാരാം മീൻ ഗൈസ്. ചുമ്മാ പറഞ്ഞതാട്ടോ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അവിടെ ഇട്ട് നോക്കാം കേട്ടോ. അവിടെ കുറേ മീനുണ്ട്. ഞാൻ വന്നപ്പോൾ അവിടെ ഇട്ടായിരുന്നു, പക്ഷേ അവിടെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കിട്ടും, നമുക്ക് നോക്കാം. ഇവിടെ കുറേ മീനുണ്ട് കേട്ടോ. ഈ സൈഡുമുണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. കൈ നല്ലപോലെ കടയുന്നുണ്ട് ഗായ്സ്. അവിടെ വലിയ മീൻ. ഇവിടെ അധികം കൊത്തുന്നില്ല കേട്ടോ. നമുക്കിനി ഇവിടെ ഇട്ട് നോക്കാം. അവിടെ 2 അപ്പാപ്പന്മാർ പിടിക്കുന്നുണ്ട് കേട്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് കുറേ മീൻ പിടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അത്രയ്ക്കൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അയ്യോ എൻ്റെ കൈ വിറയ്ക്കുന്നു. വേണ്ട ഗൈസ്, നമുക്ക് അപ്പുറത്ത് തന്നെ പോവാം. നമ്മൾ പിടിച്ച പരല് കണ്ടു. അതിൻ്റെ അടിയിൽ കരിപ്പിടി ഉണ്ട് കേട്ടോ. പരല് പാവം കണ്ടോ, വെള്ളം കുടിക്കുന്നത് കണ്ടോ. ഇത് രാത്രിയായിട്ടോ, 7 മണി കഴിഞ്ഞു. ഇവിടെ മീൻ പിടിക്കാൻ വന്ന് എല്ലാവരും പോയിട്ടോ. അപ്പം ഞാൻ മീൻ കിട്ടിയതിൻ്റെ ആവേശത്തിൽ ഇത്രയും സമയം വരെ നിന്നു. ഇനിയും സമയം നിന്നാൽ പറ്റില്ല, നമുക്ക് നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണ്ടേ. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പോവാട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് പറയാം കേട്ടോ ഗായ്സ്. എന്തായാലും ഇന്ന് നമ്മൾക്ക് മീൻ കിട്ടിയിട്ടോ. 4 മീൻ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയ പരലിൻ്റെ സൈസ്. ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് നമുക്ക് പരല് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പരല് പിടിച്ച് പഠിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ പരൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കൺവെട്ടിയിട്ട് എങ്ങനെയോ ഒരു കരിപ്പിടി രക്ഷപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ ഒരു കരിപ്പിടിയുള്ളൂ. നമ്മൾ 2 കരിപ്പിടി 2 പരലേ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് ഒരു കരിപ്പിടി രക്ഷപ്പെട്ടിരിക്കുന്നു.
കുഴപ്പമില്ല, നമുക്ക് നാളെ കുറേ പിടിക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് ഇന്ന് മീൻ കിട്ടി ഗൈസ്. 2 ദിവസം നമ്മൾക്ക് കിട്ടാതായപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇന്നും കിട്ടുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ പിടിക്കണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മോട്ടിവേഷൻ ചെയ്തത് നിങ്ങൾ തന്നെയാണ്. ഇന്ന് കിട്ടും ഇന്ന് കിട്ടുന്ന കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾക്ക് ഇന്ന് മീൻ കിട്ടിയിരിക്കുകയാണ്. അതിലേറ്റവും വലിയ കാര്യം എന്നാൽ നമ്മൾ പരൽ ആദ്യമായിട്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.